ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വാർക്കയിൽ, അതായത് നമ്മുടെ വീടിൻ്റെ മുകളിൽ നമ്മൾ സീലിങ്ങിലൊക്കെ വാർക്കയിൽ പൈപ്പ് ഇടുന്ന സമയത്ത് മെയിനായിട്ട് നമ്മൾ സീലിങ്ങിൽ പൈപ്പ് ഇടുന്നത് ഫാനിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വരുന്നത്. അതിലൂടെ നമ്മൾ എക്സ്ട്രാ ലൈറ്റ് കാര്യങ്ങളൊക്കെ സീലിംഗ് ലൈറ്റ് കാര്യങ്ങൾ കൊടുക്കുന്ന അവിടേക്ക് നമ്മൾ പൈപ്പുകൾ കാര്യങ്ങൾ ഈ പറയുന്ന സീലിങ്ങിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ കോൺക്രീറ്റിൽ നമ്മൾ ഇട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ കൊടുക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മളിവിടെ ഹുക്കാണ് കൊടുത്തിരിക്കുന്നുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ എവിടെയാണോ ഫാനിൻ്റെ വേണ്ടത് ആ ഫാനിൻ്റെ കറക്റ്റ് പൊസിഷൻ വരുന്ന സ്ഥലങ്ങളിൽ ഹുക്ക് നമ്മൾ വെച്ച് കൊടുക്കും. അപ്പോൾ ഹുക്ക് ആദ്യമേ തന്നെ നമ്മൾ കെട്ടി ക്ലിയർ ചെയ്യാണ് ചെയ്യുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് ഹുക്ക് കെട്ടി രണ്ട് സൈഡിൽ തന്നെ കെട്ടുകമ്പി ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ കെട്ടി ടൈറ്റ് ചെയ്യണം. അപ്പോൾ കെട്ടി ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇനി ഹുക്ക് കണ്ടാൽ നിങ്ങൾ വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ ഒരു കമ്പിയുടെ ഗ്യാപ്പിലേക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് തട്ട് കാര്യങ്ങൾ പൊളിച്ച് കഴിയുമ്പോൾ കമ്പി ഹുക്ക് നിവർത്തുമ്പോൾ നേരെ നമ്മുടെ ജംഗ്ഷൻ ബോക്സിൻ്റെ അടുത്ത് വരും. അപ്പോൾ ജംഗ്ഷൻ ബോക്സും ഹുക്കും തമ്മിൽ ഏകദേശം 2 ഇഞ്ചോ 3 ഇഞ്ചോ ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ജംഗ്ഷൻ ബോക്സിൻ്റെ അടുത്താണ് നമ്മൾ ഹുക്ക് കൊടുത്തു. അതിനുശേഷം നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, ഈ പൈപ്പ് കൊണ്ടുപോയിരിക്കുന്ന നോക്കി 2 സെക്ഷൻ, അതായത് മിനിമം ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ച് കാരണമാണ് നമ്മൾ സാധാരണ മെയിൻ സ്ലാബിനുണ്ടാവുന്നത്, മെയിൻ വാർക്കിക്ക് ഉണ്ടാവാറ്. അപ്പോൾ അതിൻ്റെ 2 സെക്ഷനായിട്ടാണ് കമ്പി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ വരുന്ന സെൻറ്ററിൽ മാത്രം ഒറ്റ കമ്പിയായിരിക്കും സെൻറ്റർ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കോർണറിലേക്ക് പോകുമ്പോൾ 2 സെറ്റായിരിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെ 2ൻ്റെ ഉള്ളിൽക്കിടെ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് താഴത്തെ സെക്ഷൻ്റെയും മുകളിലത്തെ സെക്ഷൻ്റെയും സെൻറ്ററിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന പൈപ്പ് കൊണ്ടുവരിക്കുന്നത്. അപ്പോൾ പൈപ്പ് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകുന്നുണ്ട്, ഒറ്റ സെൻറ്ററിൽ വരുന്ന ഏരിയ എന്ന് വെച്ചാൽ ഒറ്റ കമ്പികളാണ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ അങ്ങനെ കൊടുക്കാൻ സാധിക്കില്ല. നേരെ ഏറ്റവും താഴെ നമുക്ക് ജംഗ്ഷൻ ബോക്സ് കിട്ടണം. കാരണം തട്ട് പൊളിച്ച് കഴിയുമ്പോൾ ജംഗ്ഷൻ ബോക്സ് ഏറ്റവും താഴെ കിട്ടണം. അതല്ലെങ്കിൽ മുകളിലേക്ക് പൊങ്ങി പോയി കഴിഞ്ഞാൽ അത്രയും വാർക്ക കുത്തി നമ്മൾ വേണം വയർ എടുക്കാനായിട്ട്. അപ്പോൾ അത്രയും വാർക്കയുടെ കനം കുറയും, ഭാവിയിൽ ലീക്ക് വരാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും താഴേക്ക് നമ്മൾ കൊടുക്കുക. ജംഗ്ഷൻ ബോക്സ് കമ്പിയുടെ ഏറ്റവും താഴെ വെച്ചതിന് ശേഷം ഒരു എസ് ബെൻഡ് അടിച്ച് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പൈപ്പുകളെല്ലാം തന്നെ എസ് ബെൻഡ് അടിച്ച് ഒരു ആകൃതിയിൽ ബെൻഡ് അടിച്ച് നമ്മൾ താഴേക്ക് കൊടുത്തു. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഏരിയയിൽ മാത്രം എസ് ബെൻഡ് കൊടുക്കുന്നത്. താഴെ നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവാം, താഴത്തെ ഏറ്റവും കമ്പിയുടെ താഴെയൂടെ പൈപ്പ് ഇട്ട് പോയി കഴിഞ്ഞാൽ യാതൊരു വിഷയം ഉണ്ടാവില്ലോ, എസ് ബെൻഡിൻ്റെ ആവശ്യം ഉണ്ടാവില്ലോ എന്ന്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ചില വീടുകളിൽ നമ്മൾ സീലിംഗ് ചെയ്യാറുണ്ട്. സീലിംഗ് ചെയ്യുന്ന സമയത്ത് സീലിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മൾ സീലിങ്ങിൻ്റെ ജിപ്സം ബോർഡ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സീലിംഗ് പ്ലാസ്റ്റിങ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് ഡ്രില്ല് ചെയ്യും. ഈ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ഏറ്റവും താഴെയോടെയാണ് നമ്മൾ പൈപ്പ് ഇട്ട് കഴിഞ്ഞ് നമുക്ക് തേപ്പ് കാര്യങ്ങളൊന്നും കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ജസ്റ്റ് കാണണമെന്നില്ല, നേരെ പൈപ്പിലേക്കായിരിക്കും ഡ്രില്ല് ചെയ്ത് കയറ്റുന്നത്. അപ്പോൾ എല്ലാം തന്നെ മൊത്തം ട്രിപ്പായിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് ട്രിപ്പിങ് കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും. പിന്നെ സീലിംഗ് എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷമായിരിക്കും ചാർജ് ചെയ്യൽ കാര്യങ്ങൾ സ്വിച്ച് പിടിപ്പിക്കലൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കിതൊന്നും മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഏരിയ മാത്രം, അതായത് പൈപ്പിൻ്റെ ജംഗ്ഷൻ എവിടെയാണോ ഫാനിൻ്റെ ഏരിയ വരുന്നത് അവിടെ മാത്രം ഒരു എസ്ബെൻഡ് അടിച്ച് വളച്ച് ബാക്കി കമ്പിയുടെ താഴേക്കിടെ നമ്മൾ പൈപ്പ് കൊണ്ടുപോകാതെ സെൻറ്ററിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെക്ഷനാണെങ്കിൽ അതിൻ്റെ മുകളിലൂടെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഒറ്റ കമ്പിയാണെങ്കിൽ ഇവിടെ സെൻറ്റർ ആയതുകൊണ്ട് ഒറ്റ കമ്പിയുടെ മുകളിലൂടെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോർണറിൽ എത്തുമ്പോൾ 2 സെക്ഷൻ വരുമ്പോൾ 2ൻ്റെ സെൻറ്ററിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ വർഷങ്ങളോളം യാതൊരു വാർക്കയ്ക്ക് ലീക്കില്ലാത്ത രീതിയിൽ, അതായത് മാക്സിമം താഴെയാണ് നമ്മുടെ ജംഗ്ഷൻ ബോക്സ് കിടക്കുന്നത്, സെൻറ്ററിലേക്കൊന്നും പോയിട്ടുണ്ടാവില്ല. അതായത് വാർക്ക് നമ്മൾ ചെയ്യുമ്പോൾ വാർക്കയുടെ കനത്തിന് ഏറ്റവും ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിത് കുത്തിയെടുക്കുന്ന സമയത്ത് ഭാവിയിൽ വാർക്കയുടെ ഒറ്റ നില വീട് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ലീക്ക് വരാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം, എന്നാലും നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.